അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിന്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. നൂസിലു ബിൽ മുനാസിബി തിൽക ദാലിക. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഡേഷ് ഷജറത്തുൻ. അപ്പൊ അവിടെ തിൽക്ക എന്നുള്ളതാണോ വേണ്ടത് അല്ലെങ്കിൽ ദാലിക എന്നുള്ളതാണോ വേണ്ടത്? അപ്പൊ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഷജറത്തുൻ എന്നുള്ളത് അതൊരു സ്ത്രീലിംഗമായിട്ടുള്ള ഒരു വാക്കാണ്. അപ്പൊ അവിടെ വരേണ്ടത് തിൽക്ക എന്നുള്ളതാണ്. അപ്പൊ തിൽക്ക എന്നുള്ളത് സ്ത്രീലിംഗത്തിനും ദാലിക എന്നുള്ളത് പുല്ലിംഗത്തിനുമാണ് ഉപയോഗിക്കുക. ഇനി ഈ സ്ത്രീലിംഗം ഏതാണെന്ന് എങ്ങനെയാണ് മനസ്സിലാകുക? അവസാനത്തിൽ ത ഉണ്ടെങ്കിൽ അത് സ്ത്രീലിംഗവും ത ഇല്ലെങ്കിൽ അത് പുല്ലിംഗവുമാണ്. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവസാനത്തിൽ ത ഉള്ളത് സ്ത്രീലിംഗവും ത ഇല്ലാത്തത് പുല്ലിംഗവും. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഒന്നാമത്തത് ഡേഷ് ഷജറത്തുൻ. അപ്പൊ അതിന്റെ അവസാനത്തിൽ എന്തുണ്ട്? ഷജറത്തുൻ എന്നുള്ളതിന്റെ അവസാനത്തിൽ ത ഉണ്ട്, അതുകൊണ്ട് അത് സ്ത്രീലിംഗമാണ്. അപ്പൊ അവിടെ എഴുതാനുള്ളത് എന്താണ്? തിൽക്ക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അത് മരമാകുന്നു. തിൽക്ക ഷജറത്തുൻ, അത് മരമാകുന്നു. ഇനി രണ്ടാമത്തത് ഡേഷ് സഫർജലുൻ. അത് എന്താണ്? സഫർജലാണ്, സവർജലാണ്. അപ്പം തിൽക്ക എന്നുള്ളതിന്റെയും ദാലിക എന്നുള്ളതിന്റെയും അർത്ഥം അത് എന്ന് തന്നെയാണ്. തിൽക്ക എന്നുള്ളത് സ്ത്രീലിംഗത്തിനും ദാലിക എന്നുള്ളത് പുല്ലിംഗത്തിനും ഉപയോഗിക്കുന്നു. ഇനി മൂന്നാമത്തത് ഡേഷ് ലിവാ ഉൻ. അപ്പൊ അതെന്താണ്? പുല്ലിംഗമാണ്. അപ്പൊ അവിടെ ദാലിക എന്നുള്ളതാണ് എഴുതാനുള്ളത്. അത് എന്താണ്? ലിവാ ഉൻ, പതാകയാണ്. നാലാമത്തത് ഡേഷ് മഷായത്തുൻ. മഷായത്തുൻ എന്നുള്ളതിന്റെ അർത്ഥം വാക്കർ എന്നാണ്. അപ്പൊ കാലിനൊക്കെ സുഖമില്ലാത്തവർ താങ്ങി നടക്കുന്ന ഒരു ഉപകരണമാണ് മഷായത്തുൻ. അപ്പൊ അവിടെ അവസാനത്തിൽ ത ഉണ്ട്, അതുകൊണ്ട് അത് തിൽക്ക എന്നുള്ളതാണ് അവിടെ കൊടുക്കാനുള്ളത്. അപ്പൊ തിൽക്ക മഷായത്തുൻ, അത് വാക്കറാണ്. അഞ്ചാമത്തത് ഡേഷ് കാറൂറത്തുൻ. അപ്പൊ അതിന്റെ അവസാനവും ത ഉണ്ട്. കാറൂറത്തുൻ എന്ന് പറഞ്ഞാൽ കുപ്പി എന്നാണ് അർത്ഥം. അപ്പൊ തിൽക്ക കാറൂറത്തുൻ, അത് കുപ്പിയാണ്. ഇനി ആറാമത്തത് ഡേഷ് സഅഫറാൻ. അപ്പൊ അതെന്താണ്? പുല്ലിംഗമാണ്. അപ്പൊ അവിടെ ദാലികയാണ് നൽകേണ്ടത്. ദാലിക സഅഫറാൻ, അത് കുങ്കുമമാണ്. ഇനി രണ്ടാമത്തത് നുൻഷി ഉൽ അസ്ഇലത കമാ ഫിൽ മിസാലി. ഉദാഹരണത്തിലുള്ളതുപോലെ ചോദ്യങ്ങൾ നിർമ്മിക്കാം, അതാണ് പറയുന്നത്. അപ്പൊ ഒന്നാമതാണ് ഹാദാ ലൗഹുൻ. ഇത് സ്ലേറ്റ് ആണ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക? അവിടെ നൽകിയിട്ടുണ്ട് മാ ഹാദ, ഇത് എന്താകുന്നു, ഇത് എന്താണ്. അപ്പം ഹാദ എന്നുള്ളതിന്റെയും ഹാദിഹി എന്നുള്ളതിന്റെയും അർത്ഥം എന്താണ് എന്നുള്ളതാണ്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെയാണ് തിൽക്കയുടെ രൂപത്തിൽ തിൽക്ക ദാലിക്ക, അതുപോലെ തന്നെയാണ് ഹാദ എന്നുള്ളതും ഹാദിഹി എന്നുള്ളതും. ഹാദ എന്നുള്ളത് പുല്ലിംഗത്തിനാണ് ഉപയോഗിക്കുക, അതുപോലെ ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തിനാണ് ഉപയോഗിക്കുക. അപ്പം അതും ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പം ഇവിടെ ഒന്നാമത്തെ ഉത്തരമായിട്ട് വരുന്നത്, ഒന്നാമത്തെ ഉത്തരം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചോദ്യം നിർമ്മിക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ഉത്തരം ഹാദിഹി ഷംസിയത്തുൻ, ഇത് കുടയാണ്. അപ്പം അവസാനം താ വന്നത് കൊണ്ട് ഷംസിയത്തുൻ എന്നുള്ള വാക്ക് എന്താണ്? സ്ത്രീലിംഗമാണ്. അപ്പൊ അതെങ്ങനെയാണ് ചോദ്യം നിർമ്മിക്കുക? മാ ഹാദിഹി എന്നാണ്. അപ്പൊ മാ ഹാദിഹി എന്നുള്ളതിന്റെ അർത്ഥം ഇത് എന്താണ് എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത്തത് ഹാദിഹി ഖുറത്തുൻ, ഇത് ഫുട്ബോൾ ആണ്. അപ്പൊ അതിന്റെ ചോദ്യം എങ്ങനെ വരും? മാ ഹാദിഹി, ഇത് എന്താണ്? കാരണം ഖുറത്തുൻ എന്നുള്ളതും സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് അവിടെ ഹാദിഹി എന്ന് ഉപയോഗിച്ചത്. ഇനി ഹാദാ മിർസമുൻ, ഇത് പെൻസിലാണ്. അപ്പൊ അതിന്റെ ചോദ്യം എങ്ങനെ വരും? മാ ഹാദ, ഇത് എന്താണ്? കാരണം മിർസമുൻ എന്നുള്ളത് പുല്ലിംഗമായത് കൊണ്ടാണ് അവിടെ ഹാദ എന്ന് വന്നത്. അപ്പൊ മാ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് എന്നതാണ്, ഹാദ എന്നുള്ളതിനർത്ഥം ഇത്. അപ്പം കൂട്ടി അർത്ഥം വെക്കുമ്പോൾ മാ ഹാദ, ഇത് എന്താണ്. ഇനി മൂന്നാമത്തെ ഭാഗം നുജീബു ഫിൽ ലുഗത്തിൽ അറബിയ. അറബി ഭാഷയിൽ എന്ത് ചെയ്യാനാണ്? ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം മാ ദാലിക,
അത് എന്താണ്? ദാലിക ഹിലാലുൻ, അത് അർദ്ധചന്ദ്രനാണ്. അപ്പൊ മാസപ്പിറവി എന്നും അർദ്ധചന്ദ്രൻ എന്നൊക്കെ ഹിലാലുൻ എന്നതിന് അർത്ഥമുണ്ട്. അപ്പൊ ദാലിക ഹിലാലുൻ, അത് അർദ്ധചന്ദ്രനാണ്. ഇനി അടുത്തത് മാ തിൽക, അത് എന്താണ്? തിൽക ഹവാമത്തുൻ, അത് ഹെലികോപ്റ്റർ ആണ്. മാ തിൽക, അത് എന്താണ്? തിൽക സയ്യാറത്തുൻ, അത് കാറാണ്. മാ തിൽക, അത് എന്താണ്? തിൽക ദാറുൻ, അത് വീടാണ്. ഇനി നാലാമത്തെ ഭാഗം നുവഫിഖു, യോജിപ്പിക്കാനാണ്. അവിടെ 8ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ ഒരു ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തേത് ഫനസുൻ. ഫനസുൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? മൊബൈൽ ഫോൺ എന്നാണോ, അല്ലെങ്കിൽ കൊട്ട എന്നാണോ, നിസ്കാരപ്പായ എന്നാണോ, കാബേജ് എന്നാണോ, ചക്ക എന്നുള്ളതാണോ, വിത്ത്, കോണി, കപ്പൽ? അപ്പൊ ഇതിലേതാണ്? ഫനസുൻ എന്ന് പറഞ്ഞാൽ ചക്ക എന്നാണ്. അപ്പൊ അവിടെ ചക്ക എന്നുള്ളത് എടുത്തെഴുതി കൊടുക്കുക. രണ്ടാമത്തത് സുല്ലമുൻ, കോണി. മൂന്നാമത്തത് ജവ്വാലുൻ, മൊബൈൽ ഫോൺ. 4 സല്ലത്തുൻ, കൊട്ട. 5 സഫീനത്തുൻ, കപ്പൽ. 6 മൽഫൂഫുൻ, കാബേജ്. 7 സജ്ജാദത്തുൻ, നിസ്കാരപ്പായ. 8 ഹബ്ബത്തുൻ, വിത്ത്. ഇനി അഞ്ചാമത്തെ ഭാഗം നുതർജിമു, അർത്ഥം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം ദാലിക ഇൻദ ഹുൽവുൻ, അർത്ഥം എന്താണ്? അത് മധുരമുള്ള മുന്തിരിയാണ്. രണ്ടാമത്തെ ചോദ്യം ഹാദാ അൻഫി, അർത്ഥം ഇത് എൻ്റെ മൂക്കാണ്. അപ്പൊ ഒന്നാമത്തത് അത് മധുരമുള്ള മുന്തിരിയാണ്. രണ്ടാമത്തത് ഇത് എൻ്റെ മൂക്കാണ്. ഇനി ആറാമത്തത് നുഅരിബു, അറബിയിൽ എഴുതാനുള്ളതാണ്. ചോദ്യം 1, ഇത് എൻ്റെ പേനയാകുന്നു. അപ്പൊ ഇത് എൻ്റെ പേനയാകുന്നു എന്നുള്ളതിന്റെ അറബി എന്താണെന്നാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. അതിന്റെ അറബി എങ്ങനെ വരും? ഹാദാ കലമീ, ഹാദാ ഇത്, കലമീ എൻ്റെ പേനയാണ്, എൻ്റെ പേനയാകുന്നു. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.